പെൺശിശു ഞായർ അഥവാ ഗേൾ ചൈൽഡ് സൺഡേ പ്രധാനമായും പെൺകുട്ടികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവ ഉറപ്പുവരുത്തുവാനും ലിംഗ അസമത്വവും വിവേചനവും ഇല്ലാതാക്കുന്നതിനും സമൂഹത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തുല്യതയും അർഹിക്കുന്ന ആദരവും ഉറപ്പുവരുത്തുവാനും ഉദ്ദേശിച്ചുള്ളതാണ്. ക്രിസ്തീയ സഭ പെൺശിശു ഞായറായി ആചരിക്കാനുള്ള പ്രധാന കാരണം സമൂഹത്തിൽ പെൺകുട്ടികളുടെ അനുപാതം നിലനിർത്തുന്നതിനും പെൺഭ്രൂണഹത്യ തടയുന്നതിനുമാണ്. അതോടൊപ്പം പെൺകുട്ടികൾക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അവർക്ക് സമൂഹത്തിൽ തുല്യസ്ഥാനം ഉറപ്പുവരുത്തുന്നതിനും പ്രാധാന്യം നൽകുന്നു. അതോടൊപ്പം ഇത് വ്യക്തികളെയും സംഘടനകളെയും ഭരണാധികാരികളെയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണവും ശ്രേഷ്ഠതയും ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും സഹായിക്കുന്നു. പെൺകുട്ടികളുടെ ശ്രേഷ്ഠത അംഗീകരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, പെൺകുട്ടികൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ഉറപ്പാക്കുക. പെൺകുട്ടികൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ഉറപ്പാക്കുക. സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പെൺകുട്ടികൾക്ക് സ്വത്തിൽ തുല്യ അവകാശം നൽകേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ പുരുഷ മേധാവിത്വ സംവിധാനമാണ് ഇസ്രായേൽ സമൂഹത്തിൽ നിലവിലിരുന്നത്. സ്ത്രീകൾക്ക് പിതൃസ്വത്തിൽ അവകാശം നൽകിയിരുന്നില്ല. വസ്തുവകളുടെ അവകാശവും പരിപാലനവും പുരുഷന്മാരാണ് നിർവഹിച്ചിരുന്നത്. ഇതനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ സ്വത്തിനവകാശം കുടുംബത്തിലെ ആൺമക്കൾക്ക് മാത്രമായിരുന്നു. ആൺമക്കളില്ല എങ്കിൽ മരിച്ച വ്യക്തിയുടെ സഹോദരന്മാർ ആയിരുന്നു സ്വത്തിന് അവകാശികൾ. ഇത്തരം ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട സെലോഫഗാദിൻ്റെ 5 പെൺമക്കൾ തങ്ങളുടെ പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ സ്വത്തിൽ അവകാശവാദവുമായി മുമ്പോട്ട് വരുന്നത്. അവർ മോശയെയും അന്നത്തെ പുരോഹിതനായിരുന്ന എലിയാസറെയും മറ്റ് ഗോത്ര തലവന്മാരെയും സമീപിച്ച് തങ്ങളുടെ ആവശ്യം ധൈര്യപൂർവ്വം അറിയിക്കുന്നു. സെലോഫഗാദിൻ്റെ പുത്രിമാരുടെ ആവശ്യം അന്ന് നിലനിന്നിരുന്ന തെറ്റായ സാമൂഹിക അന്തരീക്ഷത്തിലാണ് ഉടലെടുത്തത്. മോശ ഈ കാര്യം ദൈവമുമ്പാകെ അവതരിപ്പിക്കുകയും പിതൃസ്വത്തിൽ സെലോഫഗാദിൻ്റെ പുത്രിമാർക്ക് അവകാശം നൽകണമെന്ന് ദൈവം മോശയോട് നിഷ്കർഷിക്കുകയും ചെയ്തു. ഇത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തിൻ്റെ പൊളിച്ചെഴുത്തലിന് വഴിതെളിച്ചു. സെലോഫഗാദിൻ്റെ പുത്രിമാരുടെ ധൈര്യപൂർവ്വമുള്ള പ്രവർത്തനം ഇസ്രായേൽ സമൂഹത്തിലെ മറ്റ് പെൺകുട്ടികളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുവാൻ കാരണമായി. വേദപുസ്തകം സ്ത്രീകളുടെ സമത്വത്തെയും തുല്യ അവകാശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ആധുനിക സമൂഹത്തിലും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അർഹമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. വിവാഹ സമയത്ത് ആഭരണവും പണവും നൽകുന്ന സ്ത്രീധന സമ്പ്രദായമാണ് ഇതിന് പ്രധാന കാരണം. പലപ്പോഴും സ്ത്രീകൾ തന്നെ ഇത്തരം പ്രവണതയെ പിന്തുണയ്ക്കുന്ന പ്രവണതയുമുണ്ട്. സ്ത്രീധന സമ്പ്രദായം സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനത്തിനും പീഡനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സ്ത്രീധന സമ്പ്രദായവും വിവാഹ ദൂർത്തും ഒഴിവാക്കി പെൺകുട്ടികൾക്ക് സ്വത്തിൽ തുല്യ അവകാശം നൽകുന്നതിലൂടെ സ്ത്രീകളുടെ സമത്വം സംരക്ഷിക്കുവാൻ കഴിയും. ക്രിസ്തീയ സമൂഹം ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ചിന്ത, ആത്മീയ തലത്തിൽ പെൺകുട്ടികൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകുക. ആത്മീയ തലത്തിൽ പെൺകുട്ടികൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകുക. അപ്പോസ്തലരുടെ പുസ്തകം 21 അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷകനായിരുന്ന ഫിലിപ്പോസിൻ്റെ പ്രവചനപരമുണ്ടായിരുന്ന 4 പുത്രിമാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൈസരി എന്ന സ്ഥലത്താണ് അവർ പാർത്തിരുന്നത്. പൗലോസ് തൻ്റെ മിഷണറി യാത്രയുടെ ഭാഗമായി കൈസരിയിൽ എത്തിച്ചേരുകയും സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ ഭവനത്തിൽ ചില നാളുകൾ പാർക്കുകയും ചെയ്തു. ആത്മീയ മേഖലയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തുല്യ പ്രാതിനിധ്യം നൽകേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചിരുന്ന അനേക സ്ത്രീരത്നങ്ങളെ കാണാൻ കഴിയും. അഹരോൻ്റെ സഹോദരിയായിരുന്ന മിരിയാമിനെ പ്രവാചകി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 15 അധ്യായം 20 വാക്യം. ഇസ്രായേലിൽ ന്യായപാലനം ചേരുന്ന ന്യായാധിപന്മാരുടെ കൂട്ടത്തിലെ ഏക വനിതയായിരുന്ന ദെബോറയെയും പ്രവാചകി എന്ന് വിളിച്ചിരിക്കുന്നു. ന്യായാധിപന്മാർ 4 അധ്യായം 4 വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായം 14 വാക്യത്തിൽ ഹിൽക്കിയ പുരോഹിതനും കൂട്ടരും ഹുൽദ എന്ന പ്രവാചിയുടെ അടുക്കൽ യോശിയ രാജാവിന് വേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുവാൻ ചെല്ലുന്നതായി നാം കാണുന്നു. നെഹമ്യാവ് 6 അധ്യായം
14 വാക്യത്തിൽ നൊവദ്യ എന്ന പ്രവാചികയെയും, യെശയ്യാവ് 8 അധ്യായം 3 വാക്യത്തിൽ പേര് രേഖപ്പെടുത്താത്ത മറ്റൊരു പ്രവാചികയെയും, ലൂക്കോസ് 2 അധ്യായം 36 വാക്യത്തിൽ യേശുവിനെക്കുറിച്ച് വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന ഹന്ന എന്ന പ്രവാചകയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനവും പ്രവചനപരവും ലിംഗഭേദങ്ങൾക്ക് ഉപരിയാണ് എന്നതാണ്. യോവേൽ പ്രവാചനം 2 അധ്യായം 28 വാക്യത്തിൽ സകല ജഡത്തിന്മേലും പകരപ്പെടുന്ന ദൈവാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പുത്രന്മാരും പുത്രിമാരും ഒരുപോലെ പ്രവചിക്കുവാൻ ദൈവാത്മാവ് ഇടയാക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായം 17-18 വാക്യങ്ങളിൽ ഈ വസ്തുത എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇന്ന് സ്ത്രീകളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടത്ര അംഗീകാരവും പ്രാധാന്യവും ലഭിക്കാത്ത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സ്ത്രീകളുടെ പട്ടത്വ ശുശ്രൂഷകൾ ഇന്നും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സ്ത്രീകളുടെ ശുശ്രൂഷയെയും ആത്മീയ മേഖലയിലുള്ള തുല്യ പങ്കാളിത്തത്തെയും പ്രാധാന്യത്തെയും അംഗീകരിക്കുവാനും വിലമതിക്കുവാനും നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്ത, പെൺകുട്ടികളുടെ ശ്രേഷ്ഠത അംഗീകരിക്കുക. പെൺകുട്ടികളുടെ ശ്രേഷ്ഠത അംഗീകരിക്കുക. മാർക്കോസ് 5 അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ യേശു യായിറോസിൻ്റെ 12 വയസ്സുള്ള മകളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ ശ്രേഷ്ഠതയും തുല്യതയും ഉറപ്പാക്കുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കിടയിൽ ഗലീല തീരത്ത് വെച്ചാണ് പള്ളിപ്രമാണിയായിരുന്ന യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ അത്യാസന്ന നിലയിലായിരുന്ന കുഞ്ഞുമകളുടെ മേൽ കൈവച്ച് അവളെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നത്. യേശുവും വലിയൊരു കൂട്ടം പുരുഷാരവും യായിറോസിൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. എന്നാൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ യായിറോസിൻ്റെ വീട്ടിൽ നിന്നും ആൾ വന്ന് മകൾ മരിച്ചുപോയി എന്ന് അറിയിക്കുന്നു. എന്നാൽ യേശു ആ വീട്ടിൽ എത്തിച്ചേരുകയും കുട്ടിയെ ഉയർപ്പിക്കുകയും കൈ പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അവൾ പൂർണ്ണമായും ജീവനിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വന്നു എന്നതിൻ്റെ അടയാളമായി അവൾക്ക് ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുന്നു. പുരുഷ മേധാവിത്വമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകളും പെൺകുട്ടികളും അംഗീകരിക്കപ്പെടാതെയോ അവഗണിക്കപ്പെടുകയോ ചേരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഒരു ആൺകുട്ടിക്ക് നൽകുന്ന അതേ പരിഗണന പെൺകുട്ടിക്കും യേശു നൽകിയത്. പെൺകുട്ടിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതിലൂടെ അന്നത്തെ സമൂഹം നിഷ്കർഷിച്ചിരുന്ന അശുദ്ധിയുടെയും വിവേചനത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അവൾക്ക് പരിഗണനയും സാന്ത്വനവും പകർന്നു നൽകി. പെൺകുട്ടികൾ ഒരു ബാധ്യതയായി കണക്കാക്കി അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്ന അതേ സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും നിലനിൽക്കുന്നുണ്ട്. ആൺകുട്ടികൾ നൽകുന്ന തുല്യ പരിഗണനയും അംഗീകാരവും നൽകുന്നതോടൊപ്പം അവരെ സൗഖ്യത്തിലേക്കും ജീവിത അഭിവൃദ്ധിയിലേക്കും നയിക്കുവാൻ ക്രിസ്തീയ സമൂഹം പ്രതിജ്ഞാബദ്ധമാകണം. മനുഷ്യ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിയിലും നിലനിൽപ്പിലും സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണ് ഉള്ളത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശ്രേഷ്ഠത ഒരുപോലെ ഉറപ്പാക്കാനും അംഗീകരിക്കുവാനും നമുക്ക് കഴിയണം. സ്വത്തിലും തുല്യ അവകാശം നൽകുന്നതിലൂടെയും ആത്മീയ മേഖലയിൽ തുല്യ പങ്കാളിത്തവും അംഗീകാരം ഉറപ്പുവരുത്തുന്നതിലൂടെയും പെൺകുട്ടികളെ അംഗീകരിക്കുകയും കരുതുകയും അവരുടെ അഭിവൃദ്ധിക്കായി പരിശ്രമിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ പെൺകുട്ടികളുടെ ശ്രേഷ്ഠത അംഗീകരിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.